ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഥകൾ ഒന്നും പറയുന്ന വീഡിയോ അല്ല ചെയ്യുന്നത്. പകരമായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചിട്ട് ഒരു 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു യുവതിക്ക് ബസ്സിൽ വെച്ച് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളും അത് അവർ സോഷ്യൽ മീഡിയയിൽ അവർ വീഡിയോ ആക്കിയിട്ട് അത് പ്രചരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അത് കാണുക. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്നും പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നിങ്ങൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് വെറുമൊരു മരണമായിരുന്നില്ല, അത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ ബസ്സിൽ വെച്ച് ഉണ്ടായ ചില സംഭവങ്ങളും സാമൂഹ്യ പ്രവർത്തക അല്ലെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ അവര് ബസ്സിൽ വെച്ച് എടുത്ത കുറച്ച് റീൽസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസ് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പ്രേരണമായത്. അത് ആലോചിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രതികരിക്കാതെ ഇവരൊക്കെ എന്തിനാണ് ഈ ഒരു ഫോൺ ഓണാക്കി വെച്ചിട്ട് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. എന്തായാലും ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി കിട്ടി. കേട്ടറിഞ്ഞിടത്തോളം അദ്ദേഹം മാതാപിതാക്കൾക്കൊരു മകനാണെന്ന് തോന്നുന്നു. അതേപോലെ അദ്ദേഹം ഡൈവോഴ്സ് ആണെന്ന് തോന്നുന്നു. എന്തോ ഡിപ്രഷൻ അദ്ദേഹത്തിന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തുള്ള ആ ഒരു ഡിപ്രഷനിലോ ട്രോമയിലൊക്കെ ആയിരിക്കണം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്തായാലും പെൺകുട്ടികളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ബസ്സിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ വെച്ചോ ഏതെങ്കിലും പുരുഷന്മാരിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മുടെ നിയമങ്ങളൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ അനുകൂലമാണ്. പഴയ കാലഘട്ടം പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നിയമ സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിയമം വഴി പോകാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ആ ഒരു മോശം അനുഭവം ഉണ്ടാകുന്ന ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കുക. നിങ്ങളുടെ ദേഹത്ത് അനാവശ്യമായിട്ട് ആരെങ്കിലും സ്പർശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരോട് നീങ്ങി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലെ സ്റ്റാഫുകളുണ്ട്, അവരോട് നിങ്ങൾക്ക് പരാതിപ്പെടാം. അല്ലെങ്കിൽ അടുത്ത് യാത്രക്കാരുണ്ട്, അവരോട് നിങ്ങൾക്ക് പരാതിപ്പെടാം. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിതൊന്നും ചെയ്യാതെ ഇന്നലെ നടന്ന ആ സംഭവം എന്ന് പറയുന്നത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ജസ്റ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ അവർ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ശരീരഭാഗങ്ങളെ സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുക. അല്പം എങ്കിൽ അല്പം മാറി നിൽക്കാമായിരുന്നു. എങ്കിൽ അത് മാറി നിൽക്കാതെ ചേർന്ന് അയാൾ മാറുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചേർന്ന് ചെന്ന് ദേഹത്ത് മനഃപൂർവ്വം സ്പർശിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഇത് കണക്ക് മൊബൈൽ വെച്ചിട്ടത് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ അവർക്ക് സമൂഹത്തിൽ റീച്ച് ആവാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും അവർ അതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ സഹോദരിമാരോടെല്ലാം ഒരു അപേക്ഷയുണ്ട്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഗതാഗതങ്ങളാണ്, പൊതു ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. ബസ്സിൽ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ വെച്ച് ഇങ്ങനെയൊക്കെയുള്ള തട്ടലും മുട്ടലുകളും നമുക്കറിയാമല്ലോ, സ്ഥിരമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. എങ്കിൽ എല്ലാവരും നല്ലവരാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ബസ്സിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് കയറുന്ന ചില ആൾക്കാരുണ്ട്, കുറേ ഞരമ്പ് രോഗികളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉച്ചത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉച്ചത്തിൽ നിങ്ങൾക്ക് വളരെ രോക്ഷത്തോടുകൂടി ഉച്ചത്തിൽ നിങ്ങൾ സംസാരിച്ചാൽ തന്നെ ഈ ഒരു ശല്യത്തിനൊരു പരിഹാരം കിട്ടുന്നതായിരിക്കും. അവർ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ പേരുടെ നിങ്ങൾക്ക് പരാതിപ്പെടാം. നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഇപ്പം തന്നെ ബസ്സിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുവതി ഇതേ കണക്ക് ഫോൺ പിടിച്ചുകൊണ്ട് ആ ഒരു സംഭവത്തെ അവർ മനഃപൂർവ്വം അങ്ങോട്ട് ചെന്ന് അയാളെ കൊണ്ട് മുട്ടിപ്പിച്ചതാണെന്ന രീതിയിലുള്ള
ഒരു റീൽസ് എടുക്കുന്നു. റീൽസ് എടുത്തതിന് ശേഷം അത് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുകയാണ്, ഞാനിന്ന് ബസ്സിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഇങ്ങനെ ഒരാൾ അബ്യൂസ്മെന്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ തൊടാനായിട്ട് മനഃപൂർവ്വം ശരീരത്തിൽ സ്പർശിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ഞാനത് തെളിവിനായിട്ട് അത് വീഡിയോ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തിനാണ് അവർ പാവം സുഹൃത്തിൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ റീച്ച് ആയിരിക്കാം ഉദ്ദേശം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ട്, അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടതാണ്. അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ട് ആർക്കും ഒരു മോശം അഭിപ്രായം അയാളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച്, ദീപകിനെ കുറിച്ച് ഇല്ലായിരുന്നു തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥാപനത്തിലാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കാവട്ടെ, അയൽവക്കക്കാർക്കാവട്ടെ, ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ഈ ബസ്സിൽ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അത്ര വ്യക്തതയില്ല. കാരണം നമ്മളത് കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഒരാൾ മനഃപൂർവ്വം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് അത് തോന്നിയത്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ പബ്ലിക് ഗതാഗതങ്ങളൊക്കെ ആശ്രയിക്കുന്നവർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്പോട്ടിൽ പ്രതികരിച്ചുകൊണ്ട്, നിങ്ങൾ ആ പ്രതികരണ ശേഷി നിങ്ങൾക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് നിയമങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് ധൈര്യം കാണിക്കുന്ന സമയത്ത് മറ്റുള്ള സ്ത്രീകൾക്കും അതൊരു നല്ല കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയുണ്ടോ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു വിഡ്ഢിത്തരം. കാരണം ഇത് പ്രതികരണ ശേഷിയല്ല, ഇത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും ഒക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ, ആ ഒരു റീൽസുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ ചെയ്യാൻ പറ്റും. എന്തായാലും ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഒരു 3-4 ദിവസങ്ങളേ ആയിട്ടുള്ളൂ വേറൊരു വാർത്ത വന്നിട്ട്. അപ്പം അതിൻ്റെ തൊട്ട് പുറകെ തന്നെ അടുത്ത വന്നിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ആരെങ്കിലും ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് പീഡനമാണെന്നും, അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു പീഡന ശ്രമമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സ്പോട്ടിൽ പ്രതികരിക്കാതിരിക്കുക. ഒരു വൈകാരികമായിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതൊരു വ്യക്തിയെ അല്ല, ഒരു കുടുംബത്തെ മൊത്തത്തിലാണ് നശിപ്പിച്ചു കളയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.